ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ഇതാ വീണ്ടും തമിഴിലൊരു സിനിമയിലേക്ക് ചേക്കേറാൻ പോകുന്നു. ധനുഷും ഒന്നിച്ചിട്ടുള്ള ആ ഒരു ചിത്രമാണ് ഇനിയും വരാൻ പോകുന്നത്. സ്ട്രോങ് റൂമറുകളാണ് വന്നിരിക്കുന്നത്. 160 കോടി ബഡ്ജറ്റിൽ ചിത്രീകരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് റെക്കോർഡ് പ്രതിഫലം എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഒരു മലയാളി നടന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു റെന്യൂമറേഷനാണ് മമ്മൂട്ടിക്ക് ലഭിച്ചതെന്നാണ്, അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. D55 എന്ന് പേരിട്ടിരിക്കുന്ന ധനുഷിൻ്റെ ചിത്രം ആമിരൻ സംവിധായകൻ തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ആ ഒരു പ്രതിഫലം അത്ര വലിയ സംഭവമൊന്നും നമുക്ക് തോന്നുകയാണെങ്കിലും തമിഴിൽ അത് വലിയ കാര്യമല്ല. കാരണം അമ്മാതിരി അവിടെ തമിഴിൽ ഉള്ള പ്രതിഫലമൊക്കെ നമുക്കറിയാവുന്നതാണ്. മമ്മൂട്ടിക്ക് 24 കോടിയോളം എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ പ്രതിഫലമൊന്നുമല്ല. തമിഴിലെ മിക്ക നടന്മാരും മേടിക്കുന്നത് അതിന് മുകളിലുള്ള ഒരു റെന്യൂമറേഷനാണ്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ മലയാള സിനിമയിലായതുകൊണ്ട് മാത്രമാണ് അവർ 10-15 കോടി അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ചിലൊക്കെ നിൽക്കുന്നത്. ഒരുപക്ഷെ അവർ തമിഴിലോ തെലുങ്കിലോ ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ 100-200 കോടിക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്ന വ്യക്തികളായേനെയും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും അറിയാവുന്ന കാര്യമാണ്. എന്താണേലും രാജ്കുമാറാണ് ഇതിൻ്റെ സംവിധായകനായിട്ട് വരുന്നത്. ഈ ഒരു ചിത്രം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് തമിഴിലുമുള്ളത്. എന്തായാലും D55 ധനുഷിൻ്റെ 55ാമത് ചിത്രം എന്നുള്ള പേരിൽ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ കേട്ട വാർത്തകൾ ശരിയാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന സംഭവമായിരിക്കാം. മമ്മൂട്ടി തൻ്റെ 3ാം ഫേസിലേക്ക് കടക്കുമ്പോൾ അത് ഒരു ഒന്നൊന്നര സംഭവമാക്കാൻ തുനിഞ്ഞ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല സിനിമകളും ഒപ്പം അതിഗംഭീര സിനിമകളുമായി മമ്മൂട്ടി എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.